ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് റമളാൻ 1 നമ്മുടെ ഫസ്റ്റിലെ നോമ്പ് തുറയാണ്. ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻട്രോ പറയുന്നത്. ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോ ഇൻട്രോ എടുത്തിട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയുള്ളത് പറയാനാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് നോമ്പ് എന്ന് വെച്ചാൽ ഇന്നത്തെ നോമ്പിന് ഭയങ്കരമായിട്ടൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാ അല്ലേ, കുട്ടിമോ അതിന്റെ അടി കൂടി പാടും. അപ്പൊ ഇന്നത്തെ ഞങ്ങളെ നോമ്പിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ എന്റെ ഇന്നത്തെ ഞങ്ങളെ നോമ്പ് ഞങ്ങളെ ഉമ്മാന്റെ വകയാണ്. ഉമ്മാന്റെ വകയാണ് നോമ്പ് തുറ. ഉമ്മാന്റെ വക എന്ന് വെച്ചാൽ ഉമ്മാന്റെ ഒരു മധുഹ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല. ഉമ്മാക്ക് അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുന്ന പ്രത്യേകത? എന്ത് ഇന്ന് ഉമ്മ ചെലവ് ചെയ്യാൻ കാരണം എന്താ? ഇന്ന് ഉമ്മാക്ക് പെൻഷൻ പൈസ ഇട്ടേക്കണ്. ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഉമ്മാക്ക് പെൻഷൻ പൈസ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തോ 1600 ഉറുപ്പ്യാണ് കിട്ടിക്കണേ. അൽഹംദുലില്ലാ. ഏതായാലും പക്ഷെ ഉമ്മ നേരെ പറഞ്ഞേ, നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ അനിയന്റെ ഉമ്മയും കൂടി നിൽക്കുന്ന ഒരു വീട്, 2 വീട് അവിടെ ഉള്ളത്. അപ്പൊ 2 വീട്ടിൽ അവിടെ 500 രൂപയും കൊടുത്ത് ഇവിടെ 500 രൂപ. ഇന്നത്തെ നോമ്പ് തുറ എന്റെ വകയാണെന്ന് പറഞ്ഞ ഉമ്മ അല്ലേ. രാവിലെ പറഞ്ഞേ കുറച്ച് ചിക്കനും വാങ്ങിക്കാണ്ടി ബാക്കിക്ക് പൊറാട്ടയും വാങ്ങിക്കാണ്ടി തന്നെ. ബാക്കിക്ക് പൊറാട്ട അങ്ങ് എങ്ങനെ തിന്നയ്യോ, അതിനറിയാലോ എത്ര രൂപ പൊറാട്ടക്ക് എന്നുള്ളത്. അങ്ങനെ ചിക്കനും വാങ്ങി പൊറാട്ടയും സാധനങ്ങളൊക്കെ വാങ്ങി. കടി ഞാൻ 10 ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോ ഉമ്മ പറഞ്ഞേ അതിനാവശ്യമില്ല, പൊറാട്ട വാങ്ങിക്കാളി. ഇന്ന് ഇന്റെ പൈസയാണ് ഇവിടെ ചെലവാക്കേണ്ടത്. അതിനുള്ളത് എന്താ ചെയ്താളി തന്നെയാണ്. അപ്പൊ അത് മതിയല്ലോ, അല്ലാത്തല്ലോ. അതെ, ഉമ്മ പിന്നെ പൊറാട്ട കഴിക്കുന്ന ആവശ്യമില്ല. ഉമ്മക്ക് ചക്ക കൂട്ടാനാണ് താല്പര്യം. ചക്ക കൂട്ടാൻ ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് ചക്ക എന്നിട്ട് അതുണ്ടാക്കിക്കണേ. പിന്നെ അപ്പൊ എല്ലാരും വീഡിയോ കണ്ടോക്കി നോമ്പ് തുറ. അപ്പൊ എന്റെ ഉമ്മക്ക് വേണ്ടി നിങ്ങൾ എല്ലാരും പ്രാർത്ഥന വേണം. എല്ലാരും ഉമ്മാർക്ക് ആയുസിനെ നീട്ടിത്തരട്ടെ. പിന്നെ ഉമ്മ ഉണ്ടില്ല, ഉമ്മ പാവാണ്, ഉമ്മക്ക് പൈസ കയ്യിലുണ്ടായിരിക്കൂല. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മനസ്സിലുള്ള ആളാണ്. അപ്പൊ ഫസ്റ്റിൽ ഇപ്പൊ ഏതായാലും പെൻഷൻ പൈസ വന്നാൽ നേരെ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് 2 വീട്ടിലും ഇങ്ങോട്ടും തന്നു ഉമ്മാന്റെ വകയാണ് നോമ്പ് തുറക്കാൻ പോണേ. അപ്പൊ ഇന്നത്തെ വിഭവങ്ങൾ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതിനെ കൂടിയിട്ട് ഒരുപാട് വിശേഷങ്ങൾ ഇന്നത്തെ നോമ്പ് തുറയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോക്ക് നമുക്കൊന്ന് പോയൊക്കെ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് നോക്കിയിട്ടാ. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താലും, ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നാണ് ഷെയർ ചെയ്താലും, അതുപോലെ തന്നെ ഈ ബെല്ലൈക്കൺ അമർത്താത്തവരുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുക. എന്താ വെച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്തണം പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫസ്റ്റിലെ 1-ാം തോന്നിന് ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ ഉമ്മാക്ക് പെൻഷൻ പൈസ വന്നേ. പെൻഷൻ പൈസ വന്നത് നേരെ ഉമ്മ പറഞ്ഞു ഇന്ന് ഇന്റെ വകയാണ് 2 പെരയിലും നോമ്പ് തുറന്റെ വിഭവങ്ങള്. ഇന്ന് എന്തായാലും ഇന്റെ വക ആക്കണം എന്ന് പറഞ്ഞു. ഈ കുളി മാർക്കറ്റ് മനസ്സിലായ തീർക്കണം നോമ്പിന് ഇല്ലേ, ക്ഷീണം മാറ്റിയാണ്. ആ എത്ര എനിക്ക് വന്നേമ്മ? ആ വാങ്ങിന 1000 കഴിഞ്ഞാ പടച്ചോനെ. ഞാൻ വിചാരിച്ച 3000 ഉണ്ടാവും, എന്നാലേ ആവുണ്ടാവും. ആ 1600 വന്നീല് 500 രൂപ ഇവിടെ നോമ്പറക്കാൻ അവിടെ 500 രൂപ കഴിഞ്ഞില്ലേ. ഉണ്ട് പൊതുവെ ആള് കയ്യിലെന്നാ അതിനെ സ്ഥിതി. സമാധാനം കിട്ടൂല. അപ്പൊ കഴിയും. ഞാന് ഇന്റെ അടുത്ത് അടിച്ച് പൈസട്ട് എനിക്ക് സമാധാനം കിട്ടൂല. ആയിട്ട് എന്തെങ്കിലും ചെയ്യാഞ്ഞാലേ നോമ്പിന് കണക്കാക്കി കിട്ടി. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഇന്ന് നോമ്പ് ആദ്യം വന്ന പൈസയാണല്ലോ, വേറെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോ ഇന്നത്തെ ഫസ്റ്റിലെ നോമ്പ് ദൂരം ഉമ്മാന്റെ വകാക്കി ഉമ്മ ഇവിടെ 2 വീട്ടിൽ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ പൊറാട്ടൊക്കെ അവിടെ ഓർഡർ എടുത്തിക്കണേ, കറി ഉണ്ടാക്കി വെച്ചിക്കണേ. അപ്പൊ ചിക്കനുണ്ട്, അതിപ്പോ എന്തെല്ലാം ഉണ്ട്. പിന്നെ കരി കാച്ചണം, മറ്റൊക്കെ ചെലവുണ്ട്. ഇനിയിപ്പോ ഇതാ കൂടി കുടിക്കലുണ്ടാവില്ല, തരിക്കഞ്ഞിയും കൂടി. അപ്പൊ ഇന്നത്തെ ഐറ്റംസുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. ഐറ്റംസ് എന്ന് വെച്ചാല് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഏതായാലും ഇമ്മ സ്പോൺസർ ചെയ്തല്ലേ, ഉമ്മാന്റെ വകയാണെന്നുള്ളവർക്ക്. അപ്പൊ നമ്മള് കുറച്ച് ചിക്കൻ കൊടുത്തിട്ട് കുറച്ച് ചിക്കൻ പൊരിച്ച്, കുറച്ച് ചിക്കൻ വറുത്തരച്ചിട്ട് അറിയിച്ച് അത് 2 ചെയ്തിട്ടുള്ളത്. പിന്നെ ഐറ്റംസുകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഓക്കെ. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ റമദാൻ പൂർത്തിയാക്കാൻ 30 നോമ്പും പൂർത്തിയാക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ. അപ്പോൾ നോമ്പും ചൂടൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളെ നോമ്പും ചൂടൊക്കെ? ഞങ്ങൾക്ക് ഇവിടെ തീരെ വെച്ച ചൂടുകൊണ്ട് ചൂടിനോണ്ട് ചൂട് ഇതാ കറി ഇതാ കറി എന്താതി ഉള്ളി ഒന്ന് വാട്ടിട്ട് ചാർച്ചട്ടിയിൽ ഉണ്ടാക്കി. ഇടക്കിടക്ക് മണം വന്ന പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഇതാ ഒരു ലേശം ചിക്കൻ ഫ്രൈ. ലേശം ചിക്കൻ കറി കണ്ടില്ലേ? കറിയല്ല ഫ്രൈ. അതെ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി. പിന്നെ പൊറാട്ട യാക്കൂബിന് എടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. കിലോ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെന്താ ലേമല്ലേ? ലൈമ് നാരങ്ങ ഉണ്ടാക്കുക. ഇവൻ നോമ്പോട്ട് ക്ഷീണിച്ച് കിടക്കട്ടാ ഗേസ്. നോക്കേ ഇന്ന് എനിക്ക് 3 പ്രാവശ്യം ചപ്പാത്തി കൊടുത്ത്. അതിന് ഇപ്പം പറയണ ഇന്നാളൊരു ഷോർട്ട് ചെയ്ത് ദോശ ചട്ടിൻ്റെ. അപ്പം ഇനി ഞാൻ ഈ ചപ്പാത്തിനെ ചട്ടിയിട്ട് സ്കൂൾക്ക് പോകുമെന്ന് പറയണേ. ഇല്ല ഉന്നോ ചോദിക്കുന്നില്ലേ എന്ത് വാ 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 ദോശക്കല്ല് എവിടെയാണ്? പൊന്നോ നോമ്പുണ്ടാ? ഞാൻ കിടക്കണപ്പോ എല്ലാ പ്രാവശ്യവും ഒന്നാം നോമ്പ് എനിക്ക് ക്ഷീണം ഉണ്ടാവില്ല. എന്ന് പെരും ക്ഷീണമാണ്. ഞാൻ വണ്ടി എടുക്കണം. ഇന്ന് വെജ നീച്ചെടുക്കാൻ വെച്ച. അതാണ് ഏറെ വീഡിയോ എടുക്കാനോ. ഞാൻ മനസ്സിൽ കുറെ പ്ലാൻ ഉണ്ടായിരുന്നു രാവിലെ മുതൽ വീഡിയോ എടുക്കണം എന്നൊക്കെ. രാത്രി തിന്നാനില്ലേ അപ്പൊ പിന്നെ ക്ഷീണം ഉണ്ടാവും. എനിക്ക് ക്ഷീണം തിന്നാനല്ല. വീഡിയോ എടുക്കാന് കൊടുത്തില്ല. ഗെയിം അടിച്ചാൻ കൊടുത്തായിരുന്നു എനിക്ക് ഫോണ്. ഓനക്ക് വീഡിയോ എടുക്കാൻ എന്താണ് വീഡിയോ ഓനാ ഗെയിം അടിച്ചതിന്റെ നേരം വീഡിയോ എടുത്തൂടെന്നില്ലേ? അതാണ് സംഭവം അല്ലേ? അല്ല ആ ഗെയിം കളിച്ച നേരം കൊണ്ട് വീഡിയോ എടുത്തൂടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേ? ഓനക്ക് എടുക്കുന്നല്ലേ? അതാണ് പറഞ്ഞത്. അതാണ് സംഭവം. അപ്പൊ ഞാൻ ഓനക്ക് ഫോൺ കൊടുത്തതുകൊണ്ടാണ് ഓൻ വീഡിയോ എടുക്കാൻ. അപ്പൊ യാക്കൂബിന്റെ പൊറോട്ട കടയിൽ എത്തിയിട്ടുണ്ട്. THR ഹോം മെയ്ഡ് പൊറോട്ട കുറുക വയസ്സമ്പടി ഉണ്ടാ. അപ്പോൾ കോൺടാക്ട് നമ്പർ ഇതാ ഈ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. മുൻകൂട്ടി ഓർഡർ ചെയ്യണം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അത്രയും നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ യാക്കൂബിൻ്റെ പൊറോട്ട. അപ്പോൾ THR ഹോം മെയ്ഡ് പൊറോട്ട കുറുക വയസ്സമ്പടി ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ ഇതില്ല കേട്ടോ. അല്ല വേറെ പത്തിരി ഉണ്ടല്ലേ? വരികില്ല. പൊറാട്ടേനെ ചുട്ട് അതിനെന്നെ അതേനെ ചുട്ടാ തീരൂലല്ലേ? പൊറാട്ടേനെ ചുട്ടാലേ ഇല്ല. അസയാകെ പൊറാട്ടൊക്കെ വന്നിക്കണേ ഇട്ടിട്ടേ. പടച്ചന് പൊറാട്ട നിങ്ങള് ഇതണ്ടേ കുട്ടാട്ടത്തൊക്കെ ഇങ്ങോട്ട് പാഞ്ഞു വന്നാണ് അസയാക്ക. കണ്ടില്ല നിങ്ങള് പൊറാട്ടന്റെ പൊറാട്ടന്റെ യാക്കൂബിന്റെ പൊറാട്ട തന്നെ. അതാണ് നിങ്ങള് ബിരിയാണി പരിപാടി ഒറ്റ പറ്റില്ല. എങ്ങനാ? ശരി. അപ്പൊ പൊറോട്ട വാങ്ങി. അപ്പൊ ഞാൻ പോവാണെന്നല്ലേ? പൊറാട്ട സംഭവമാണ്. പൊറാട്ടന് എന്നാ ഓക്കെ ആയിക്കോട്ടെ. ക്യാ കർത്തേ? നാരങ്ങ എന്തോ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കിയാണല്ലോ? സ്പെഷ്യൽ അല്ല, സാധാ നാരങ്ങളാണ്. എന്നും നാരങ്ങ ലൈമൊക്കെ ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഇന്നിപ്പോ സാധാ ഉണ്ടാക്കിയ. പക്ഷെ കുട്ടിമാ ഇതാ കാര്യമായിട്ട് എന്തോ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടി കാത്തു കേടി. ഇവളെ ഗേസ് ഇവൾ കുട്ടിമാമ്പരോട് വെച്ച് ജ്യൂസ് എന്താ ഉണ്ടാക്കാവൂലേ? അപ്പൊ തന്നെ ഓൾറെഡി അതെ ജ്യൂസാണ്. എന്ത് ജ്യൂസാ? ലൈം ജ്യൂസ്. അവിടുത്തെ പിന്നെ മനസ്സിലായി നാരങ്ങളിലാണ് എന്നുള്ളത്. അതെ അതെ. അപ്പൊ ഏതായാലും നാരങ്ങളെല്ലാം കലക്കി പണ്ടൊക്കെ ഇങ്ങനെയല്ലേ നാരങ്ങൾ ഉണ്ടാക്കിയതല്ലേ? ഇപ്പഴല്ലേ പണ്ട് ഇഞ്ചൊക്കെ ചേർത്തിന്ന്. പക്ഷെ അത് മിക്സിയിൽ അടിച്ചിട്ടല്ലേ? അതെ അതെ അതെ. ഇയാൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകലട്ടോ. ഇവിടെ ഇവിടുത്തെ പാറാമാണ് ഇയാൾ ഒഴിഞ്ഞ് പോലൊക്കെ. എന്തേലും ഭക്ഷണം ഒന്നും ആകെ കൊടുത്തില്ലെങ്കിൽ ആളെന്ത് ചെയ്യുന്നില്ല, കയ്യും കാലുമ വേദനക്കാതൊരു കടിയിൽ കടിക്കും. പിന്നെ എത്ര വട്ടം കടിച്ചെന്നറിയോ?
പണ്ടൊക്കെ തന്നെ ഐസും വെള്ളത്തിനും വേണ്ടി അങ്ങനെ പെരിക്ക് തൂക്കപ്പാത്രം ഇട്ട് ഐസും കെട്ടൊക്കെ പോയിട്ട് മറക്കാൻ പറ്റൂലോ. ആ പണ്ടത്തെ കാലത്ത് ഐസും വെള്ളത്തിന് വേറെ ഓരോ വീട്ടുകാർക്ക് പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. എന്റെ ഉമ്മ എന്റെ എളിമാരും എന്നെ ഇനി കുഞ്ഞുട്ടിനെ എന്ന് പറഞ്ഞ തെറ്റിക്കാരോടുക്കും പള്ളിക്കാരോടുക്കും പോട്ടെ. ആ ഒരു പോക്ക് ഒരു റായത്തിലെ പോക്കേനില്ലേ. അതാ പണ്ട് TV കാണാൻ വേറെ വീട്ടിൽ പോയിരുന്ന മാതിരി അനുഭവങ്ങളാണ്. ഐസക്കിന്റെ കാത്തിക്കുണ്ടാവൂലേ. അപ്പൊ തീർച്ചയായിട്ടും അത് അനുഭവം ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യോണ്ട് പ്ലീസ്. അതെ അപ്പൊ പഞ്ചസാര കുറച്ചിട്ടാ പോരാ. അത് മതി. എല്ലാം എന്റെ പണി തന്നെയാണ്. ഞാൻ ഇവിടെ ഇല്ലേ. ഇത് നമ്മളെ സേസക്കുട്ടി വന്നിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടി. സേസക്കുട്ടി വന്നിട്ട് ഉണക്കുവിടെ. അപ്പൊ ഫ്രൂട്ട്സുകളൊക്കെ തയ്യാറാക്കാൻ പോവാണ്. ഫ്രൂട്ട്സുകൾ എന്ന് പറയുമ്പോ കുറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. ആകെ ഈ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അൽഹംദുലില്ലാ. അല്ല മോളുടെ നോമ്പ് ഞാൻ നാരങ്ങളൊന്നും മധുരം നോക്കണം. ആരൊക്കെ നോമ്പില്ലാത്തവര്? നോമ്പ് ഞാൻ ആരുള്ളത്? മോൾട്ടേക്ക് ചെല്ലോ. മോൾട്ടേ എത്ര ഉണ്ട്? എന്താണ് മോന് ചോദിച്ചേട്ടാ, നിങ്ങൾ ഇവരൊക്കെയാണോ മധുരം നോക്കാൻ ഏൽപ്പിച്ചിരിക്കണത്? എന്താ അറിയോ, എത്ര മധുരട്ടാലും മതിയാവില്ല. അപ്പൊ എത്ര മധുരട്ടാലും എന്താ മധുരം ഇല്ലാതെ പറയുള്ളൂ. 2 പഞ്ചസാര കൊട്ടാവാണ് ഈ പറഞ്ഞത്. ഇതിലേറെ വെള്ളം വേണ്ടിയില്ലേ? അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ ഏകദേശം റെഡി ആയിതാ. നാരങ്ങളും അതും ഇവിടെ റെഡി ആയി. അപ്പൊ നമ്മൾ ടേബിളിൽ കൊണ്ടേക്കാൻ പോകട്ടാ. ഓക്കെ, ഇതാണോ അപ്പൊ ബാങ്ക് കൊടുത്തിട്ടാ. നോമ്പ് തുറക്കി തുടങ്ങി നമ്മളെ. ഈ കുരുയേ മറ്റേ കവറ് പൊട്ടിക്കണ് നോക്കട്ടെട്ടാ. കട്ട് ചെയ്തപ്പോഴോ? അപ്പൊ ഞങ്ങൾ നോമ്പറക്കാൻ പോണേ ട്ടാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതാ ഈ ഫ്രൂട്ട്സ് സ്നാക്സ് എന്ന് പറയാൻ ഒരു ചിക്കൻ സമൂസ, അത് ഈ ലൈം ജ്യൂസ് ഇതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ നിസ്കരിച്ചിട്ടാണ് ബാക്കി ഭക്ഷണം കേൾക്കട്ടാ അല്ലേ? ഓക്കെ. ആദ്യത്തെ നോമ്പ് എങ്ങനെയുണ്ട്? തീർന്നേ. ഒരു സമൂസ ബാക്കിയുണ്ട്, പൊന്നുവിന്റെ സമൂസ. എങ്ങനെയുണ്ട് ഇന്നത്തെ നോമ്പ്? സൂപ്പർ അല്ലേ? അതിന് ഒന്നല്ലേ നോറ്റിട്ടുള്ളൂ. ലാസ്റ്റത്തെ നോമ്പ് പറയാൻ കുഴപ്പമില്ല. ഒരാളൊക്കെ ബത്തക്ക ജ്യൂസ് കുടിച്ചണേ. സ്ഥിരമായിട്ട് കുടിക്കണാണ്. അപ്പൊ എല്ലാം കാര്യമായിട്ട് കണ്ടില്ലേ? ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട്. എങ്ങനെയുണ്ട് നോമ്പ്? ഫസ്റ്റ് നോമ്പ് എങ്ങനെയുണ്ട്? കഴിഞ്ഞ നോമ്പിന് എത്ര പോരാ? പറഞ്ഞേ കഴിഞ്ഞ നോമ്പിന് അത്രക്ക് പോരാന്ന്. അല്ല കഴിഞ്ഞ നോമ്പിനെക്കാടി രസമുണ്ട്. രസമുണ്ട്. അല്ല കഴിഞ്ഞ നോമ്പിനെക്കാട്ടി നല്ല രസമുണ്ട് പറഞ്ഞു. ഇപ്പൊ കുറച്ച് തോനെ വെള്ളാണ്ട് കുടിച്ചാൽ വയറ് നിറഞ്ഞ് വേറെ ഒന്നും വേണ്ട. ഒരു 3 ഗ്ലാസ് മധുരം കുറവ് നാരങ്ങള്ളം, കുറച്ച് മധുരം ഇട്ടുള്ളൂ. ഇവൽക്കൊക്കെ പുളി. ഞാൻ മധുരം നോക്കി, നമുക്ക് നോമ്പല്ലേ മധുരം നോക്കാൻ പറ്റിയില്ല. അപ്പം പൊന്നൂനി മോട്ടിനെ ഏൽപ്പിച്ചിട്ട് മധുരം ഉണ്ട് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ചില്ലേ. മധുരം കുറവല്ലേ? പുളി. ഇന്നത്തെ ഒരു നോമ്പ് കഴിഞ്ഞു അല്ലേ? നോമ്പുണ്ട് വരാൻ കാത്തിരുന്ന ഒരു ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് ഞങ്ങൾ നിസ്കരിച്ച് തറാവിന് വെക്കൊണ്ട് ഇനി ഇവർക്ക് തറാവിന് വേണ്ടപ്പോൾ എളുപ്പം ചായ കുടിക്കണം. ഇവിടെ കുറച്ച് ഇടയ്ക്കാണ് പോകണം. കുറച്ച് പോകണ്ട്. കുറച്ച് പോകല്ലേ? കുറച്ചല്ലേ ഉള്ളൂ. ഇവിടുന്ന് നടന്നുകാണ്ട് പോകാൻ പറ്റൂല. എന്താ വെച്ചാൽ നായ്ക്കളും പാമ്പുകളൊക്കെ ഉള്ള ഏരിയയാണ്. ഇവർക്ക് പോവാനുള്ള പള്ളിക്കൊക്കെ പോവാനുള്ള ഏരിയ. പന്നിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ പേടിയാണ്. തിരിച്ചു വരുമ്പോൾ അതിനെക്കാട്ടും പേടിയാണ്. ഇപ്പം ഇരുട്ടായില്ലേ? അത് പകലല്ലേ. അപ്പം
ഇനി ഞങ്ങൾ നിസ്കരിക്കാൻ പോട്ടെട്ടാ. അപ്പം നമ്മുടെ ഐറ്റംസുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാ തനി നാടൻ ചിക്കൻ ഫ്രൈ, യാക്കൂബിന്റെ പൊറോട്ട, മാളുവിന്റെ ചിക്കൻ കറി. കുട്ടിമോനെ വരെയും വെച്ചിട്ട് കഴിക്കാൻ. ചിക്കൻ ഫ്രൈ അല്ലേ? അതെ, ചിക്കൻ ഫ്രൈ എന്റെ തന്നെയാണ്. യാക്കൂബിന്റെ പൊറോട്ട. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. പള്ള ഫുള്ളാണ്. പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ പിന്നെ പൊന്നോ പോൻ വാ. അപ്പൊ ഒന്നാമത്തെ നോമ്പ് തുറന്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ പോകണേ. ഇതാ ഐറ്റംസ് ഒക്കെ അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് തറാവി കാര്യമൊക്കെ നമുക്ക് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് ചായ കുടിക്കണേ. അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന്. അപ്പൊ ഇന്നത്തെ നോമ്പ് തുറന്റെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് എന്തേലും പറയണ്ട. അള്ളാഹു റാഹത്ത് ചെയ്യട്ടെ. ഇനി എല്ലാ നോമ്പും കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് അള്ളാഹു തരട്ടെ. 30 നോമ്പ് കഴിഞ്ഞ് എല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ള ആരോഗ്യ ഔഷധം നൽകട്ടെ. അപ്പൊ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു ഈ പൊറാട്ട ആവശ്യമുള്ളവർക്ക് ആ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. യാക്കൂബിന്റെ പൊറാട്ട പൊറാട്ടയാണ്. അതേ സെയിം പൊറോട്ട ഉണ്ട് പേര് ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ ആ പൊറോട്ട ഉണ്ടാക്കിയുള്ള വീഡിയോ ഇടും അല്ലേ? അതെ, മുമ്പിട്ട് മടിയണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബിരിയാണിയുടെ ബാവ ഉണ്ടാക്കി പൊറോട്ട അത് വാങ്ങിയാൽ നിങ്ങൾ വേറെ ഓടുന്ന പൊറോട്ട എങ്കിലും ആ ടേസ്റ്റ് കിട്ടൂല. പക്ഷെ ആളുണ്ടാക്കൂല. യാക്കൂബിന്റെ പൊറോട്ട അപ്പം മറക്കണ്ട. ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പറിൽ പോയിക്കോളി, ഓർഡർ ചെയ്തോളി. 1.5 പൊറോട്ടയാണ്, സൂപ്പർ പൊറോട്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലെ? ഇന്ന് നോമ്പുതുറ വിശേഷങ്ങൾ കൂടെ വൈൻഡപ്പ് ചെയ്യാൻ പോണേ. വേറെ എന്താ പറയണ്ടേ? നാളെ ഒരു പുതിയ വീടുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. ബൈ ബൈ. ചിക്കൻ പീസ് മതി.